രണ്ട് ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചില്ലേ? ഒന്ന് ബേസിൽ ജോസഫും മറ്റേത് ഫഹദ് ഫാസിൽ. വീണക്ക് എന്റെ കിഡ്നി വല്ലതും വേണം. വാട്ട് ഡു യു മീൻ? പുകഴ്ത്തൽ റൗണ്ട് എന്നതിന് പകരം ഇതിന് കിഡ്നി റൗണ്ട് എന്നുണ്ടായിരുന്നു ഇതിന്. ഹോപ്പ് എന്ത് പറയുന്നു? ഹോപ്പ് സുഖമായിട്ടിരിക്കുന്നു. ഹോപ്പിന്റെ കല്യാണം വല്ലതായെന്നാണോ? പ്രാവിൻ കൂടെ ഷാപ്പ്, പ്രാവ്, ഇവിടെ പൊന്മാൻ, അത് കഴിഞ്ഞ് പൈങ്കിളി, മൊത്തം ഒരു കിളിമയമാണല്ലോ. എന്താ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കിളിമയം പിടിച്ചേക്കുന്നേ? പൊന്മാനല്ലേ? ആ, പക്ഷെ പൊന്മാൻ ഞങ്ങൾക്ക് കിളിയാണ്. അത് പൊന്മാനല്ലേ? സൂപ്പർമാൻ നിങ്ങൾക്ക് കിളിയാണോ? എന്നിട്ട് പറഞ്ഞു പോയിട്ട് അതാണ് എന്റെ ജോലി. മറ്റൊരു മീൻപിടുത്തക്കാരനായ സജിൻ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള അടി. ഇവന്റെ കുറെ കൊഞ്ച് ഞാൻ കൊത്തിക്കൊണ്ടുപോകും. എന്റെ വലയിൽ കൂടെ കണ്ട കൊഞ്ചിനെ വന്നു. കറി വെക്കാൻ മീനില്ലാത്ത ഒരു വീട്ടമ്മയുടെ വേദന. പ്രാവൻകൂട് ഷാപ്പിലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? കളർ ഡ്രസ്സൊക്കെ കണ്ണടിച്ച് പോയിരുന്നു. അവന്മാരെ നല്ലതാണോ പറഞ്ഞത് മോശമാണ്. കണ്ണൊക്കെ നിറഞ്ഞടിച്ചു. നമ്മള് ഈ ചെളിയില് വീഴുന്നത് സത്യത്തിൽ ചെളിയാണോ? വലിയൊരു കുളം നിറയെ കൊക്കോ പൗഡർ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് അവിടെ തന്നെ ഇരുന്ന് കഴിക്കും. മുടിക്കായലിന്റെ അടുത്തുള്ള കട്ടക്കായല് ചെളിയിലാണ് മുങ്ങിക്കുന്നത്. ചെളിയിലേക്ക് ചാടി ഇങ്ങനെ മുങ്ങി വരുമ്പോ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് റെഡി. നീന്താൻ അറിയാത്ത, ഞാൻ തുഴയാൻ അറിയാത്ത ഒരാളുടെ ഇവിടെ അഷ്ടമുടിക്കാരന്റെ നടുക്ക് പോയിരിക്കേണ്ടി വന്നു. തുഴഞ്ഞു അവിടെ എത്താൻ പെട്ട പാടെ എനിക്കറിയാം. പൊസിഷനിൽ ചെന്ന് നിർത്താന്ന് പറയുന്നത് വഞ്ചിയാണ്, സ്കൂട്ടർ പോലും അല്ല. അപ്പൊ നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇത് ചെരിച്ച് ഇങ്ങനെ കൊണ്ട് നിർത്തണം. ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ തുഴഞ്ഞു പോകണം. മറിഞ്ഞു കഴിഞ്ഞാൽ ചത്ത്, വേറെ ഒന്നും നോക്കാനില്ല. ഇപ്പുറത്തൊരു ബോട്ട് എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കാണിച്ച് അപ്പോഴാണ് ഇവിടെ ഇരുന്നിട്ട് അതെ ശ്രദ്ധിക്കണം, ബോട്ട് പോകുമ്പോ ഓളം വരും, ചിലപ്പോ മുങ്ങും. എന്താ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോ നമുക്കുള്ള ബഹുമാനമൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മള് ചീത്തവിളിയും ബഹളവും തുടങ്ങുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഫ്രെയിമിലാണല്ലോ, വാ തുറക്കാൻ പറ്റില്ല. അണ്ടർവെയർ ഇട്ടുകൊണ്ട് ഓടുവാണ്. അങ്ങനത്തേക്ക് ഫുൾ അർമാദമാണ് അജേഷിന്റെ മൊത്തം ലൈഫ് എന്ന് പറയുന്നത്. പ്രാവിൻകൂട് ഷോപ്പിലും അങ്ങനെ എന്തോ ഉണ്ടെന്ന് എന്നോട് എല്ലാരും പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഈ അണ്ടർവെയർ ഇട്ട് ഓടുകയെന്ന് പറയുന്നത് ഒരു എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല, കാരണം ഈ പടത്തിൽ എനിക്കുണ്ട്. ജനുവരി 30 പൊന്മാൻ തിയേറ്ററിൽ എത്തുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഇല്ല, കോൺഫിഡന്റ് ആണ്, വളരെ കോൺഫിഡന്റ് ആണ്. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ബേസിൽ ജോസഫ്, ലിജോ മോൾ ആൻഡ് സജിൻ ഗോപു, വെൽക്കം ടു ദ ഷോ. ഞാൻ ആലോചിക്കായിരുന്നേ, അതായത് ഒരു ഇന്റർവ്യൂ ഇറങ്ങാൻ നേരത്തെ എനിക്ക് ടെൻഷൻ. അപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഉറങ്ങാൻ പറ്റാതാവുക, ഭക്ഷണം കഴിക്കാതാവുക, ഗ്യാസ് കയറുക, ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഉറങ്ങാൻ പറ്റാതെ നോക്കരുത്. ഗ്യാസ് കുറിച്ച് അളിയാൻ പറ്റ ഡെയിലി ബ്രെഡും ജാമും കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രശ്നങ്ങളൊന്നും കേട്ടോ. ഇല്ലല്ലേ? പക്ഷെ അങ്ങനെയാണോ ബേസിൽ ഇത്ര ക്ഷീണിച്ചു പോയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഗ്യാസ് കയറി ഭക്ഷണം ഗ്യാസ് കയറാറില്ല, പക്ഷെ ഉറക്കമൊക്കെ പ്രശ്നമാകാറുണ്ട്. സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്, അല്ലാതെ ടെൻഷനേക്കാളും എക്സൈറ്റ്മെന്റാ. പണ്ടൊക്കെ നമ്മള് ധ്യാനെ കളിയാക്കുമായിരുന്നു. എല്ലാ ആഴ്ചയും ഓരോ സിനിമ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആരെ വിളിക്കുമെന്ന് അറിയില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെ സംഭവിച്ചു പോയതാ. അങ്ങനെ പ്ലാൻഡ് ഒന്നുമില്ല. അങ്ങനെയല്ല പെട്ടെന്ന് എല്ലാം ഇറങ്ങുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ചെയ്ത സമയത്ത് ഈ സിനിമകളൊക്കെ തമ്മിൽ 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 60 ദിവസം ഷൂട്ട്, 70 ദിവസം ഷൂട്ട്, 80 ദിവസം ഷൂട്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ. പക്ഷെ വന്നപ്പോ ഇതെല്ലാം കൂടെ ആഴ്ചയിൽ വന്നു. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതെങ്ങനെ ചേട്ടാ ഇങ്ങനെ ആയത്? അതൊന്നും മെനയായില്ലേ? ഒരു വൃത്തിയായിട്ട രീതിയിൽ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അതിപ്പോ ഞാൻ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ട് കുറച്ചു എങ്ങനെ വണ്ണം കുറച്ച് ഡയറ്റ് കാർഡിയോ ആണ്. അതിനാണ് ഈ ബ്രെഡ് ജാമ മാത്രമായിരുന്നോ? ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ചോറൊക്കെ കട്ട് ചെയ്തപ്പോ എനിക്ക് വിശക്കണ സമയത്ത് ഞാൻ ബ്രെഡും ജാമും കഴിക്കും. നല്ലൊരു ഐഡിയാണ്. പെട്ടെന്ന് അത് ചോറിന്റെ അത്ര ഒന്നും ശരീരത്തിൽ കയറൂല പറഞ്ഞപ്പോ അതും പറഞ്ഞെടുപ്പ ബ്രെഡും ജാമും കഴിച്ച ഏറ്റവും ഷുഗറും അല്ല മൈദ. ബ്രെഡ് ഒരു ഫ്രണ്ടിന്റെ കൊച്ചു ഓസ്ട്രേലിയയിലെ ജനിച്ചു വളർന്ന ആ കൊച്ചു വന്നിട്ട് ഇവിടുത്തെ ബ്രെഡ് കഴിച്ചിട്ട് ഇതെന്താ കേക്കാണോന്ന് ചോദിച്ചത്. അത്രയും ഷുഗർ എന്നൊക്കെ പറഞ്ഞു. ആ ബ്രെഡ് ബ്രെഡൊക്കെ കഴിക്കും വിശക്കുമ്പോ.
ഫുൾ ടൈം ഇങ്ങനെ 2 ഫൺ ക്യാരക്ടേഴ്സിന്റെ കൂടെ ആയിരുന്നല്ലേ സെറ്റില്? ഭയങ്കര ചില്ലായിരുന്നോ ലിജമോളെ? അല്ല ബേസിൽ ഇങ്ങനെ ആയിരുന്നില്ല. അല്ലല്ലേ? അല്ല, ഇപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് സീരിയസ് ആയതുകൊണ്ടായിരിക്കും. ഈ സിനിമ അങ്ങനെയാണ്, സിനിമയുടെ ടോൺ അങ്ങനെയാണ്. ഞങ്ങളെല്ലാരും മെത്തേഡ് പിടിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ആ മൊമെന്റിൽ ഫീൽ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ലിജോ ആയിട്ടുള്ള സീനുകളിലൊക്കെ നമ്മൾ മറ്റേ ഇമോഷണൽ സാധനത്തിലായിരുന്നു. വി ആർ പ്രൊഫഷണൽസ്. പക്ഷെ ഈ പൊന്മാൻ ഭയങ്കര സീരിയസ് സിനിമയാണോ? അതായത് കാണുന്ന ആളുകൾക്ക് ചില സിറ്റുവേഷനിൽ കോമഡി ആയിട്ട് തോന്നാം. ഈ പറഞ്ഞ ഒരു അല്ലെ, ഞാൻ പറഞ്ഞ പോലെ സീരിയസ് പടമാണ്, പക്ഷെ എന്റർടൈനർ ആണ്. സീരിയസ് ആയാലും എന്റർടൈൻമെന്റ് ഉണ്ടാവാനും കോമഡി തന്നെ വേണമെന്നില്ലല്ലോ. ഒരു വേദന ഉള്ള കോമഡികളൊക്കെ ഈ പടത്തിലുണ്ടാവും. അങ്ങനെയുണ്ടോ? വേദനയുള്ള കോമഡി? ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര വേദനയുള്ള സിറ്റുവേഷൻ ആയിരിക്കും, നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും. ബ്ലാക്ക് ഹ്യൂമർ ഒന്നും കേട്ടിട്ടില്ല. അതിന് മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയും. ഞാൻ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അഭിനയിച്ച സിനിമകളൊക്കെ ആലോചിക്കായിരുന്നേ. പ്രാവിൻകൂട് ഷാപ്പ്, പ്രാവ്, ഇവിടെ പൊന്മാൻ, അത് കഴിഞ്ഞ് പൈങ്കിളി, മൊത്തം ഒരു കിളിമയമാണല്ലോ. ലിജമോള് മാത്രം എക്സെപ്ഷൻ ആണ് അതിനകത്ത്. എന്താ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കിളിമയം പിടിച്ചേക്കുന്നേ? ലിജോമൊക്കെ കിളിയായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. പൈങ്കിളി എന്നുള്ളത് നേരത്തെ നമ്മള് പൈങ്കിളിയാണെന്നുള്ളായിരുന്നു. പിന്നെ ഇത് പൊന്മാനല്ല. ഇത് പൊന്മാനല്ല, പൊന്മാനല്ലേ? പൊന്നുള്ള മാൻ. അതെങ്ങനെ കിളിയാവുന്നത്? പക്ഷെ പൊന്മാൻ ഞങ്ങൾക്ക് കിളിയാണ്. അത് പൊന്മാനല്ലേ? പൊന്മാനാണല്ലോ. പൊന്നു കൊണ്ടുവരുന്ന മാൻ പൊന്മാൻ. ഓ മൈ ഗോഡ്. സൂപ്പർമാൻ നിങ്ങൾക്ക് കിളിയാണോ? പറക്കോന്ന് വിചാരിച്ച അങ്ങനെയൊന്നും പറഞ്ഞ അവമാനിക്കാൻ പാടില്ല. ഓ, ആ മാനിൽ പെടുന്ന മാനാണോ ഇത്? പൊന്മാൻ. അത് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? സൂപ്പർ ഹീറോ നീലപ്പൊന്മാനാന്ന് വിചാരിച്ചിരിക്കുകയാണോ? കറക്റ്റ്. ആ, ഞാൻ അങ്ങനെ ഇത് കണ്ടിട്ടൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന, കൊഞ്ചൊക്കെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോവാന്നുള്ള. അത് ഞാൻ ചോദിക്കണമായിരുന്നു. ഇങ്ങനെ പോയിട്ട് മുങ്ങിയിട്ട് മീൻ കൊത്തി. അതാണ് എന്റെ ജോലി ഈ സിനിമയില്. കിണറിന്റെ പക്കത്ത് പൊത്തിരിക്കും. ഇങ്ങനെ ഇരിക്കും രാവിലെ എന്നിട്ട് മറ്റൊരു മീൻപിടുത്തക്കാരനായ സജിൻ അത് ഇഷ്ടപ്പെടും. എന്റെ മീനാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള അടി, അതാണ് പക. അതെ, അതെ. ഇവന്റെ കുറെ കൊഞ്ച് ഞാൻ കൊത്തിക്കൊണ്ടു, എന്റെ വലയിൽ കൂടെ കണ്ട കൊഞ്ചിനെ അവൻ വന്നു. അങ്ങനെ അത് തമ്മിലുള്ള ഒരു പകയായി മാറിയത് ഒരു സ്റ്റെഫി കറി വെക്കാൻ മീനില്ലാണ്ട് പെട്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ലിജോ മോൾ. കറി വെക്കാൻ മീനില്ലാത്ത ഒരു വീട്ടമ്മയുടെ വേദന. അതാണ് പൊന്മാൻ. ഇപ്പൊ ഈ ഇട്ടോണ്ട് വന്ന ഷർട്ട് എനിക്ക് മനസ്സിലായി. ആന്റി സോഷ്യൽ ക്ലബ് എന്താന്ന് എനിക്കിപ്പോ കാര്യം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, സാധാരണ ഇടുന്ന ഈ ഡ്രസ്സുകൾ നമ്മൾ മാറിപ്പോയോന്ന് ഒരു തോന്നുന്നു. കാരണം ഈ സൂപ്പർ ഡ്രൈ എന്ന് പറയുന്ന ബ്രാൻഡിനെ മലയാളികൾക്ക് ഇത്രയും പരിചയപ്പെടുത്തിയത് പോലും ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറ്റി പിടിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു സൂപ്പർ ഡ്രൈ ഇടുന്നു, അതുകൊണ്ട് മാറ്റി. ശരിക്കും ഈ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം ഒക്കെ ആരാ ഡിസൈൻ ചെയ്യുന്നേ? കോസ്റ്റ്യൂമോടെ മഹി, റാസി എന്നൊക്കെ പറഞ്ഞ 2 പിള്ളേരുണ്ട്. വേറെ ലെവൽ സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നത്. പ്രാവൻകൂട് ഷാപ്പിലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? കളർ ഡ്രസ്സൊക്കെ കണ്ണടിച്ച് പോയിരുന്നു. അത് അവന്മാരെ നല്ലതാണോ പറഞ്ഞത് മോശമാണ്? കണ്ണൊക്കെ നിറഞ്ഞടിച്ചു, ഞാൻ നിർത്തി. കണ്ണടിച്ചു പോയിന്ന്. ഇത് വേറൊരു സംശയം ചോദിക്കണമെന്ന് പറയും. ഇതെങ്ങനെയാ ഈ ഒരു സീൻ എടുക്കുന്നത്? നമ്മള് ഈ ചെളിയില് വീഴുന്നത് സത്യത്തിൽ ചെളിയാണോ? അല്ല, ചോക്ലേറ്റ് ആണ് ആക്ച്വലി. ചോക്ലേറ്റിൽ മുങ്ങിയിട്ടാണ് നമ്മള് അല്ലേ? വലിയൊരു കുളത്തിൽ ചോക്ലേറ്റ് ഇട്ട് വലിയൊരു കുളം നിറയെ കൊക്കോ പൗഡർ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ അതങ്ങനെ എന്നിട്ട് ഷോട്ടം കഴിഞ്ഞിട്ട് നമ്മള് അവിടെ തന്നെ ഇരുന്ന് കഴിക്കും. ഇത് കട്ട കായല് ചെളി, അഷ്ടമുടി കായലിന്റെ അടുത്തുള്ള കട്ട കായല് ചെളിയിലാണ് മുങ്ങിക്കണത്. ഉള്ളതാണോ? ചെളിയിൽ മുങ്ങേണ്ട സീനില് പിന്നെ ചെളിയിലില്ലാതെ. ഇത് ഓരിയോ ബിസ്ക്കറ്റ് ഒന്നുമില്ല, ഇത് പരിധിയില്ലേ? എത്ര ബിസ്ക്കറ്റ് മേടിക്കും ഈ ഓരോ ഇത്രയും വലിയ ഒരാഴ്ചത്തെ ഷൂട്ടിന്? നമ്മള് ബാഹുബലി ഒന്നല്ലല്ലോ ചെയ്യുന്നത്, ഞങ്ങൾ ഇതുപോലെ ഷൂട്ടിന് വൈകുന്നേരം രാത്രിയാകുമ്പോ വരും. നേരെ പോയി തേക്കലൊന്നുമില്ല, ഞങ്ങൾ നേരെ ചെളിയിലൂടെ ചാടുക. അല്ല, ആദ്യം മറ്റേ കോസ്റ്റ്യൂമും അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് ചേട്ടാ ഇങ്ങനെ തേക്കാം ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ തേച്ചിട്ട് വന്നാൽ ചെളിയിൽ മുങ്ങി നിവർന്ന് നിൽക്കുന്ന ഫീലൊന്നും അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചാട്ടാ പൂളിലേക്ക്, മറ്റേ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുന്ന പോലെ ചെളിയിലേക്ക് ചാടി ഇങ്ങനെ മുങ്ങി നിവർന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് റെഡി. ഇങ്ങനത്തെ രസകരമായ സീനുകളൊന്നും ലിജോമോളിനില്ലായിരുന്നോ? ഇല്ല, ഇങ്ങനത്തെ രസകരമായ സീനുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നെ, എന്നെ കൊണ്ട് വയ്യാന്ന് തോന്നിയ ഒരു സീൻ എന്തായിരുന്നു പൊന്മാനിൽ? ഇല്ല, എനിക്ക് ഇവരെ പോലെ ഇത്രയും
സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ചെളിയിൽ മുങ്ങി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്നലെ പറഞ്ഞത് വേണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ നീന്താൻ അറിയാത്ത, ഞാൻ തുഴയാൻ അറിയാത്ത ഒരാളുടെ ഇവിടെ അഷ്ടമുടിക്കാരന്റെ നടുക്ക് പോയിരിക്കേണ്ടി വന്നു. അതാണ് ഈ പടത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ഒരു കാര്യം. ഭയങ്കര ഒഴുക്കുള്ള കായലല്ലേ, അടി ഒഴുക്കൊക്കെ ഉള്ളത്. അതിലാണ് ഇവര് രണ്ടുപേരും കൂടി അതിന്റെ നടുക്ക് പോയത്. രണ്ടുപേരും ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നവര്. എങ്ങോട്ടാ പോണ്ടേ? അത് ഇവരാണെങ്കിൽ ഇവിടെ ക്യാമറ ഇപ്പുറത്തൊരു വേറൊരു വലിയ ബോട്ടിൽ ഇവരെല്ലാം ക്യാമറ നമ്മള് അങ്ങ് ഇറക്കി വിട്ടു. എന്നിട്ട് ഇതേ ആ സൂര്യൻ അവിടെ ഉണ്ട്, അതിന്റെ ഇങ്ങനെ പാരലായിട്ട് ക്യാമറക്ക് പാരലായിട്ട് ഇങ്ങനെ പോണെന്ന്. ഓക്കെ തുഴഞ്ഞു തുഴഞ്ഞ് അവിടെ എത്താൻ പെട്ട പാടെ എനിക്കറിയാം. പൊസിഷനിൽ ചെന്ന് നിർത്താന്ന് പറയുന്നത് വഞ്ചിയാണ്, സ്കൂട്ടർ പോലും അല്ല, ബൈക്കോ ഒന്നും അല്ല. ഇത് പാർക്ക് ചെയ്ത് നിർത്തി ഇനിയിട്ട് ചെരിക്കണം. അതായത് ക്യാമറയുടെ പ്രൊഫൈലായിട്ട് വരണം, പാരലായിട്ട് വരണം. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇത് ചെരിച്ച് ഇങ്ങനെ കൊണ്ട് നിർത്തണം. ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ തുഴഞ്ഞു പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ ഫ്രെയിമിൽ നിന്നൊക്കെ ഔട്ടായി പോകും. ബാക്കിൽ സൂര്യനുണ്ട്, സൂര്യൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ തുഴയുമ്പോൾ ഈ അടിയൊഴുക്ക് കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ആയിരിക്കില്ല ഇത് പോവുക. അപ്പോൾ നമ്മളത് എങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ ചത്ത്, വേറെ ഒന്നും നോക്കാനില്ല. ഇങ്ങനത്തെ കൊതുമ്പ് വെള്ളം. അപ്പോൾ വള്ളം 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൂടെ ഒരു മറ്റേ ബോട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അപ്പുറത്തൊരു ബോട്ട് എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കാണിച്ച്. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് അതെ ശ്രദ്ധിക്കണം, ബോട്ട് പോകുമ്പോ ഓളം വരും, ചിലപ്പോ മുങ്ങും. എന്താ എന്താ പറഞ്ഞേ? പിന്നെ ഓളം വന്നപ്പോ ഓളം വരെ ഇത്തിരി സമയം എടുത്തു. വന്നപ്പോഴാണ് മനസ്സിലായത് തിരമാല പോലുള്ള അത്രയും ദൂരെ നിന്നാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഇതിന്റെ വലിപ്പം മാറുമല്ലോ. ഇതങ്ങ് കിടന്ന് കുലുങ്ങാൻ തുടങ്ങുന്നു. സൂര്യൻ ഇപ്പൊ അങ്ങ് അസ്തമിച്ചങ്ങ് പോകും. അതിന് മുമ്പ് എടുക്കേ വേണം. പക്ഷെ ലിജമോളെ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോ നമുക്കുള്ള ബഹുമാനമൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മൾ ചീത്തവിളിയും ബഹളവും തുടങ്ങുമല്ലോ. അങ്ങനെ ഉണ്ടായില്ല? സത്യം പറഞ്ഞോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഫ്രെയിമിലാണല്ലോ, പറ്റില്ല. നമ്മള് റോളിങ്ങാ. അന്നേരം ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ സൂര്യൻ അസ്തമിക്കണതിന് മുമ്പ് പരിപാടി തീർത്തിട്ട് പോകാനുള്ളതാണ്. അപ്പൊ ഇനി നാളെ ഇനി വീണ്ടും സൂര്യാസ്തമയത്തിന് വീണ്ടും വന്ന് ഇതേപോലെ ഒന്ന് വഞ്ചി കുഴപ്പമില്ല, ടേക്ക് ശരിയാക്കണം എന്നുള്ള വീണ്ടും ഒന്നുകൂടെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇത്രയും വലിയ ബോട്ടിൽ ഇത്രയും ക്രൂവിനെ മൊത്തം വലിയൊരു വഞ്ചിയിൽ സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എത്തണം. അപ്പോൾ ഇനിയും നാളെ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ടേക്ക് അന്നേരം കിട്ടിയാൽ കിട്ടുക എന്നുള്ളത് തന്നെ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ കിട്ടി അല്ലേ? കിട്ടി. ശരിക്കും ഞങ്ങളൊരു റൊമാൻറ്റിക് ബേസൽ ജോസഫിനെ ഇനി എന്നാ കാണാൻ സാധിക്കുക? റൊമാൻസ് ചെയ്ത് പിടിച്ചുള്ളല്ലേ? ഇല്ല. ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഉണ്ട്. അതിനകത്ത് എന്ത് റൊമാൻസ്? അങ്ങനെ വലിയ റൊമാൻസ് ഒന്നും ഇല്ല. അത് ചെറുതായിട്ട് ഒരു പ്രോപ്പർ കുഞ്ചാക്കോവൻ അനിയത്തിപ്രാവ് റൊമാൻസ് ലെവൽ എപ്പൊ പിടിക്കും? പ്രേമല്ലു പിടിക്കാൻ സമയമുള്ള നല്ല കഥകളൊക്കെ വരട്ടെ, പിടിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത്? അതായത് സിനിമയുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടതാണോ, അതിന്റെ ഡയറക്ടറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, റെമ്യൂണറേഷൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, അതോ ഓപ്ഷൻ 4 എന്താ? 4ാമത്തെ ഓപ്ഷൻ സാർ അതർ. അത് നല്ല നമ്പറായി ഇപ്പൊ. അതർ അത് ഉഗ്ര നമ്പർ. അതേഴ്സ്. ഓപ്ഷൻ ഡി അതേഴ്സ്. ഏതാണ് ആ അതേഴ്സിലുള്ള ഒന്ന് സ്പെസിഫൈ ചെയ്യാം? അത് സ്പെസിഫൈ ചെയ്ത ഓപ്ഷൻ എന്താ? അതെങ്ങനെ? ഈ സിനിമ പൊന്മാൻ എന്തുകൊണ്ടായിരിക്കും സെലക്ട് ചെയ്തത്? അതിനകത്ത് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഓപ്ഷൻ എ കഥ. എല്ലാവരും ഉറപ്പായിട്ടും ബേസിലൊക്കെ നോവൽ വായിച്ചതിന് ശേഷമാണ് അല്ലേ? കഥ സിനിമ അറിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ നോവൽ വായിക്കാൻ പോയത്? നോവൽ ആദ്യം വന്നു. ഇത് സിനിമയാക്കിയാൽ ബേസിൽ അതിൻ്റെ അകത്ത് അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ, അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നോവൽ എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ നോവൽ വായിക്കുമ്പോൾ നല്ല രസമുള്ള നോവലാണ്, നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ നോവൽ വായിച്ചവർക്കറിയാം. അത് വായിച്ചു കഴിയുമ്പോഴും അജേഷെന്നും നമുക്കിങ്ങനെ അജേഷാടാ അജേഷ്, അതിൽ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഡയലോഗാണ് അജേഷാടാ അജേഷ് എന്നൊക്കെ. അപ്പോൾ അജേഷിൻ്റെ പല ഡയലോഗ്സും അജേഷിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും പിന്നെ പുള്ളിക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് ചില ഓരോ വിയേഡ് സാധനങ്ങളൊക്കെയാണ്. ഇതുവരെ അടുത്ത് പറയും നമുക്ക് രാവിലെ 8 മണിക്ക് എണീറ്റിട്ട് അണ്ടർവെയർ ഇട്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഓടണം. പിന്നെ അജേഷ് പറയണ പോലെ പിന്നെ നാട്ടുകാരെല്ലാം കൂടെ രാവിലെ എണീറ്റിട്ട് ഒരു 10-20 പേര് കടപ്പുറത്തോടെ അണ്ടർവെയർ ഇട്ടുകൊണ്ട് ഓടുവാണ്.
അങ്ങനത്തേക്ക് ഫുൾ അർമാദമാണ് അജേഷിന്റെ മൊത്തം ലൈഫ് എന്ന് പറയുന്നത്. പേരുകൾ തന്നെ ഭയങ്കര രസമാണ്. ജക്ക് ദേവസി, ബ്രോച്ചൻ, മാർക്കണ്ഡേയ ശർമ്മ. കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ പഠിക്കുമല്ലോ. അല്ലാതെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് മാർക്കണ്ഡേയ ശർമ്മ, മാർക്കണ്ഡേയ ശർമ്മ. അല്ല, ഞാനെന്താ ആലോചിച്ചെന്നറിയോ, ഇവള് സിനിമയെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, അതുകൊണ്ട് കിട്ടിയ ഒരു സമയത്ത് ഞാൻ മൊത്തം അടിച്ചു തീർത്തായിരുന്നു. എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, എഡിറ്റ് ചെയ്യണ ചിറ്റാറ്റ് വിത്ത് വീണാലാക്കികളെ ഇതൊക്കെ മാറ്റി കളയും. ഇതായിരിക്കും സൂപ്പർ ഡ്രൈ ഇടാത്ത ബേസിൽ. അതായിരിക്കും അല്ലേ? എന്നിട്ട് സൂപ്പർ ഡ്രൈക്കാരുടെ പൈസ അതെ, ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ തമ്പ് പറഞ്ഞു തന്ന ഇന്റർവ്യൂ അങ്ങനെ എഴുതിയാലോ, എല്ലാം നിങ്ങൾ തന്നെ സൂപ്പർ ഡ്രൈ ഇടാത്ത ബേസിൽ. ഇതിൽ പറയാൻ എനിക്ക് എന്ത് കിട്ടാനാണ്? അതാണ് ആണ്. സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരുമ്പോഴത്തേക്കും സംവിധാനത്തിലേക്ക് ഭയങ്കര ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ലില്ല, കുറഞ്ഞിട്ടൊന്നുമില്ല. അത് വിചാരിക്കുന്ന സമയത്ത് നടക്കാതിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് മാത്രമുണ്ട്. അത് പക്ഷേ നമ്മൾ കുറച്ച് വലിയ സിനിമ നമ്മുടെ കൺട്രോളിൻ്റെ അപ്പുറത്തുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള സിനിമകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് ആ സിനിമകൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിലേസ് സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദ്യം ചോദിച്ചാൽ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇപ്പൊ ഈ സിനിമയിൽ മറ്റേ അണ്ടർവെയർ ഇട്ട് ഓടിയ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രാവൻകൂട് ഷാപ്പിലോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു തന്നായിരുന്നു. ഇതൊരു കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അപ്പൊ ഈ അണ്ടർവെയർ ഇട്ട് ഓടുക പറയുന്നത് ഒരു എന്താണ് അതിനകത്ത് അങ്ങനെ എന്തോ ഒരു ഓട്ടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്ത് ചേട്ടാ സംഭവം, എല്ലാത്തിലും ഇങ്ങനെ ഇതൊന്നും തമ്മനയിലാക്കി എടുക്കുന്നില്ല. എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല, കാരണം ഇപ്പഴത്തെ എനിക്കുണ്ട്. ഞാനത് ചോദിച്ചു മേടിച്ചൊന്നുമല്ല കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സീൻ വേണം എന്ന് പറയുന്നത് മേടിച്ചു. അതിലെ ക്യാരക്ടേഴ്സിനും അങ്ങനത്തെ ട്രൈറ്റുകളും ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. പ്രാവൻകൂട് ഷാപ്പിലെ ഒരു പോർഷൻ തൊട്ട് പിന്നെ അങ്ങനത്തെ ആണ് ആ സീക്വൻസ് മൊത്തം. ഭയങ്കര സീരിയസ് ആണ്, എന്നാൽ അതിലൊരു കോമഡി ഉണ്ടെന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലുക്കിൽ പോലീസ് പുറത്ത് പോലീസിന്റെ ഷർട്ടും താഴെ ബോക്സർ ഇട്ടിട്ട് ചെയ്സിൻ അതിനൊരു രസമുണ്ടല്ലോ, അതിനൊരു ഇമേജ് ഉണ്ടല്ലോ, നല്ല രസമുള്ളൂ. ജമ്പനും തുമ്പനൊക്കെ പണ്ട് പോകും. ശരിക്കും ബേസിൽ ഇങ്ങനെ സെറ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചിൽ ബേസിലാണോ അതോ കുറച്ച് കഥാപാത്രം പിടിച്ചിരിക്കുന്ന ബേസിലാണോ? ഇപ്പൊ നമ്മൾ മുമ്പ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ, അതിലെനിക്ക് അങ്ങനത്തെ ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ജാനമൻ ആണെങ്കിൽ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ജയഹേല് കോമഡി ആണല്ലോ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ നമ്മൾ ഭയങ്കര രസമായിരുന്നു. ഗുരുവായൂർ എല്ലാം പൊന്മാനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കഠിന കടവരമി അണ്ടകട എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിന് അച്ഛൻ മരിച്ചിരിക്കുന്ന സീൻ, അതിൻ്റെ ഇടയിൽ ഞാൻ വിട്ട് അളിയാ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് അത് അങ്ങോട്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പൊന്മാനിൽ നമുക്ക് സെറ്റിൽ വരുമ്പോൾ പിന്നെ ഷൂട്ടൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഈ പറയുന്ന പോലെ രാത്രി മൊത്തം ഷൂട്ട്, ഫൈറ്റ്, ആക്ഷൻ. അത് കഴിഞ്ഞ് വീണ്ടും ഉച്ചയാകുമ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇറങ്ങണം. 6 മണി വരെ ഷൂട്ടിൽ ചെളിക്കകത്ത് കിടന്ന് കുളിച്ചൊന്ന് മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല. അതിന് മുമ്പ് ഉച്ച കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് തുടങ്ങും. ഡേ ഷൂട്ട്, പിന്നെ വീണ്ടും അടുത്ത ഫുൾ നൈറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഷൂട്ടിൻ്റെ ടൈമിംഗ് ഒക്കെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. അങ്ങനെ പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു മൂഡൊക്കെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മസിൽ പിടിക്കേണ്ടി വരും. 2 ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചില്ലേ? ഒന്ന് ബേസിൽ ജോസഫും മറ്റേത് ഫഹദ് ഫാസിലും. വീണക്ക് എന്റെ കിഡ്നി വല്ലോ. You need my kidney? What do you mean? രണ്ടാമതാണ് ഒന്നിക്കുന്നത്. ഞങ്ങൾ രണ്ടാമതാണ് ഒന്നിക്കുന്നത് ജാനമന് ശേഷം. ആണല്ലേ? അതാണ് അവ രണ്ട് ഭയങ്കര ആൾക്കാരുടെ കൂടെ ഒന്നിച്ചില്ലേ? രണ്ടുപേരിൽ നിന്നും പഠിച്ച ഒരു കാര്യം എന്താണ്? ഇനി വീണ്ടും ഒന്നിക്കരുത്. ഇനി ഒരിക്കലും. ഇനിയും ഒന്നിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു വെറും വർക്ക് ചെയ്തപ്പോ. ആണല്ലേ? നല്ല എക്സ്പീരിയൻസ്, അടിപൊളി. ഇനി നമുക്കൊരു പുകഴ്ത്തൽ റൗണ്ട് നടത്താം. ഓക്കെ, ബേസിൽ ജോസഫ് സജിൻ ഗോപുവിനെ കുറിച്ചുള്ള ഒരു നല്ല കാര്യം പറയും. എനിക്കിപ്പോ ജാനമനിൽ സജിൻ വരുമ്പോ ഒരു ഈ പറയുന്ന ഒരു ഗുണ്ട സജിയേട്ട സേഫ് അല്ല എന്നൊക്കെ പറയുന്ന ആ റോളാണല്ലോ. സജിൻ ഒരു സാധാരണ അങ്ങനത്തെ ചെറിയ റോളൊക്കെ ചെയ്യാൻ വരുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇയാൾ നന്നായി ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രീനിൽ മറ്റേ ശരത് സഭേനെ പിടിച്ചിട്ട് എന്താടാ നിന്റെ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കണതിനൊക്കെ നല്ല ഹ്യൂമർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ പോലെ അല്ല ഇയാൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചുരുളി വരുന്നു, പിന്നെ ഇത് നമ്മുടെ രോമാഞ്ചം വരുന്നു. രോമാഞ്ചത്തിലും ആളുടേതായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതൊരു നല്ല ആക്ടറിന്റെ ട്രേറ്റ് ആണല്ലോ. അതിനുശേഷം അംബാനും കൂടെ വന്നപ്പോൾ അത് പൂർത്തിയായി. കാരണം അംബാൻ വേറെ ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൾട്ട് ക്യാരക്ടറായിട്ട് മാറി. ശ്രദ്ധിക്കുക അംബാനെ ശ്രദ്ധിക്കുക, അംബാനെ അതൊന്ന് ഓഫാക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് പാൻ ഇന്ത്യൻ പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അംബാൻ മാറി. അപ്പൊ അത് കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക, അങ്ങനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി ആൾക്കാരുടെ ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തീർച്ചയായിട്ടും സജിൻ ഒരു യുണീക്ക് ആയിട്ടുള്ള ആക്ടർ ആയതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. സജിൻ ചേട്ടൻ ഇവിടെ കരയുന്നത് ഞാൻ തരൂല, എനിക്ക് വേണം, എനിക്ക് മുന്നോട്ട് കുറെ പോകാനുള്ളതാ. കിഡ്നി റൗണ്ട് ബ്രെയിൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ലിവർ. ഓക്കെ, കരളിന്റെ കരളായ ലിജോ പറ, ബേസിലിനെ കുറിച്ചുള്ള ഒരു നല്ല കാര്യം. ബേസിൽ വളരെ പ്രൊഫഷണൽ ആണ്. നമ്മളെല്ലാവരും വരുന്ന സമയത്ത് തന്നെ ബേസിൽ അവിടെ ഉണ്ടാവും, സമയത്തിന് റെഡി ആവുന്നു. അതേപോലെ നമ്മളിപ്പോൾ ഒരു ഷോട്ടിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം എനിക്ക് ചിലപ്പോൾ അത് ഡയറക്ടർ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലും കൂടി ആവും. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ടായിരുന്നു ക്ലൈമാക്സിൽ വരെ എന്നോട്, ലിജോ അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്നൊക്കെ. നമുക്ക് അത്രയും നമ്മളെ ഗൈഡ് ചെയ്യുന്ന അങ്ങനെ ഉള്ള ഒരാളാണ് ആക്ടിങ്. അതാ ഞാൻ പറഞ്ഞത്, ഈ കാണുന്ന ബേസിലായിരുന്നില്ല സെറ്റിലുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ആളെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. അയ്യോ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് സംസാരിക്കും, കാരണം ഞാൻ സംസാരിക്കുകയേ ചെയ്യാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ബേസിലിനെ വരുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കും, ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പേടിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ബേസിൽ ആ ക്യാരക്ടറായിട്ട് ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾക്കുള്ളത് ഇമോഷണൽ സീൻസ്, അങ്ങനെ കുറച്ച് ഹെവി സീൻസ് ആണ് ഞങ്ങൾക്ക് കോമ്പിനേഷൻ വരുന്നത്. ഭയങ്കര ഈസി ആയിട്ടാണ് ഈ ക്യാരക്ടർ, ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രൊഫഷണൽ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് ലിജോ മോളെ കുറിച്ചും കൂടെ എന്തെങ്കിലും പറ. ഞാൻ ആദ്യമായിട്ടാണ് ലിജോ മോള് കാണുന്നത് തന്നെ ഈ സിനിമയിൽ അല്ലേ വരും. അല്ല, നമ്മള് വെസ്റ്റ് സൈഡിലോ ഞാൻ പോയത്, ഞാൻ ആരുടെ ഫ്രണ്ടിന്റെ ഒപ്പം ഇങ്ങനെ വെസ്റ്റ് സൈഡിൽ ചെന്നപ്പോ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, മാസ്ക് വെച്ചിട്ട് ഞങ്ങളുടെ അങ്ങാട് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ലിജോമോളാന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വേണ്ട ചോദിക്കണ്ട എന്ന് പറഞ്ഞു പോയി. പിന്നീട് പൊന്മാന്റെ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ഞങ്ങൾ കാര്യം സംസാരിച്ചത്. അന്ന് മാസ്ക് ഇട്ട് വന്നപ്പോൾ നമ്മൾ ഐ കോൺടാക്ട് കിട്ടി. നിങ്ങൾ തന്നെയല്ലേ അത്, എനിക്ക് തോന്നി ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാണ്ട് പോയി എന്ന് പറഞ്ഞു. ഇനി നിങ്ങളുടെ എല്ലാവരും വീട്ടിലൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നടന്നുള്ളൂന്നൊക്കെ പറയുന്നുണ്ട്. സജി ചേട്ടൻ എന്നാണ് കല്യാണം കഴിക്കുന്നത്? വരും നാളുകളിലൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രോക്കറാണോ എന്താണ് വല്ല ചർക്ക വല്ല പെണ്ണുങ്ങളും ജോഡി ആപ്പ് മറ്റേ മാട്രിമോണി ഇവരായിട്ടൊക്കെ ഉണ്ടെങ്കിലും പയ്യൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംഭവിക്കട്ടെ. ആരെങ്കിലും സ്വന്തമായി കണ്ടെത്തിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. കിട്ടി തംബ്നെയിൽ കിട്ടി. പൈങ്കിളിയൊക്കെ ഇറങ്ങട്ടെ, എന്നിട്ട് നോക്കാം. ലിജോമോളുടെ ജീവിതത്തിൽ അടുത്തൊരു വലിയ സംഭവം സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? അടുത്തൊരു വലിയ സംഭവം പൊന്മാൻ റിലീസ് ആവാണ് 30-ാം തീയതി. ഹോപ്പ് എന്ത് പറയുന്നു? ഹോപ്പ് സുഖമായിട്ടിരിക്കുന്നു. ഹോപ്പിന്റെ കല്യാണം വല്ല ആയെന്നാണോ? 2 വയസ്സായുള്ളൂ, അതിനെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. നിങ്ങൾ ചിൽ ഫാമിലിയാണ്. ആണ്. ജനുവരി 30 പൊന്മാൻ തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവരോടും ഞാൻ ക്ലീഷേ ആയിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്, ടെൻഷൻ ഉണ്ടോ? ഇല്ല, കോൺഫിഡന്റ് ആണ്, വളരെ കോൺഫിഡന്റ് ആണ്. അല്ല, നല്ല സിനിമയായിരിക്കും. എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ലൊരു കമേഴ്ഷ്യൽ എന്റർടൈനറാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഭയങ്കര കമേഴ്ഷ്യലി പാക്കേജ് ചെയ്ത് നല്ല പാട്ടുകളും ആക്ഷനും ഈ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള സീനുകളും കണ്ണ് നിറയും. അവസാനം ഇറങ്ങുമ്പോൾ പക്ഷേ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ജേണിയും നല്ല പെർഫോമൻസസ് ഉണ്ട്. സജിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഗ്രനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലിജോ, പിന്നെ ബാക്കി ആക്ടേഴ്സ് ബ്രൂണോ ആയിട്ട് ആനന്ദ് മന്മഥൻ, പിന്നെ ഡയറക്ടർ ജ്യോതി ശങ്കർ, അദ്ദേഹം ആർട്ട് ഡയറക്ടറായിട്ട് കുറേ കാലത്തിന് ശേഷം ഡയറക്ടറാവുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ സിനിമ എന്നുള്ള രീതിയിൽ നല്ല ഒരു സിനിമയാണ്. നല്ല ക്യാമറ വർക്കാണ്. സാനു ജോൺ വർഗീസ്, അദ്ദേഹം വിശ്വരൂപം പോലത്തുള്ള സിനിമകളൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ള വലിയ ലെജൻഡറി സിനിമകൾ ചെയ്തിട്ടുള്ള ക്യാമറമാൻ. അദ്ദേഹത്തിൻ്റെ ഭയങ്കര രസമുള്ള ഒരു സിനിമാറ്റോഗ്രാഫി. പിന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ്. റൈറ്റേഴ്സ് ഇന്ദുഗോപൻ ചേട്ടൻ, അദ്ദേഹത്തെ എന്തായാലും മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ബേസിക്കലി 4 ചെറുപ്പക്കാർ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിൽ ആ ഒരു അട്രാക്ഷനും കൂടെ ഉണ്ട്. ജസ്റ്റിൻ കോ റൈറ്റർ, മിന്നൽ മുരളിയുടെ കോ റൈറ്ററാണ് ജസ്റ്റിൻ. അപ്പോൾ ജസ്റ്റിനും കൂടെ ഇതിൻ്റെ അകത്തൊരു കമേഴ്ഷ്യൽ ഒരു റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ അതിലും ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ നല്ലൊരു ടെക്നിക്കൽ പെർഫോമൻസസും ഒക്കെ ആയിട്ടും
ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കമേഴ്ഷ്യൽ സിനിമയായിരിക്കും. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളെല്ലാവരും പടം കണ്ടതാണ്. തിയേറ്ററിൽ നിന്ന് തന്നെ ഫൈനൽ മിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ കണ്ടു. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് നല്ല സിനിമയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ പൊന്മാൻ വളരെ ഗംഭീരമാകട്ടെ. അതിനുശേഷം OTT എത്തുമ്പോൾ OTT ഒരുപാട് പേര് കാണട്ടെ. നല്ല അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.